എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. 2-3 ദിവസമായിട്ട് മഴ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ക്ലീനിങ് ആണ് മക്കളെ. നാവടക്കി പണിയെടുക്കുകയാണ്. നമ്മുടെ കലാത്തിയ അഗ്ലോണിമയൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ, പുല്ല് പിടിച്ച്, പിന്നെ നമ്മുടെ സിങ്കോണിയത്തിൻ്റെ വള്ളി കയറി ഒക്കെ ഒരു വൃത്തികേടായിട്ടിരിക്കണമായിരുന്നു. അധികം വൃത്തിയാക്കിയില്ലെങ്കിലും കുറച്ച് വൃത്തിയാക്കി. ഇന്നലെ സന്ധ്യക്കുള്ള പണിയാണ്. ഇന്ന് ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇവിടെ കുറച്ച് കാലിപ്പോട്ടൊക്കെ ഉണ്ട്. ഇത് ആരുടെയാ? നമ്മുടെ വിങ്കടയും പിറ്റോണിയുടെയൊക്കെയാണ്. ഇനി ഇത് കണ്ട, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓർക്കിഡിൻ്റെ ഫ്ലവർ വിരിഞ്ഞത് കാണിച്ചു തന്നില്ലെന്ന്. ഈ ആയ കോമ്പാക്റ്റം, ഇതിൻ്റെ ഒരു 6 വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. നല്ല ഭംഗിയാണ്. പ്ലാന്റ് ഒത്തിരി വലുതാവില്ല. മിനി ആയ കോമ്പാക്റ്റാണ് ഇതേ. ഒത്തിരി വലുതാവില്ല, ഇത്രയൊക്കെ വലിപ്പം വെക്കുള്ളൂ. ബുഷിയാകും കുറച്ചുകൂടി. ഫ്ലവർ കണ്ട നല്ല ഭംഗിയാണ്. ഒച്ചച്ചന്മാർ ഇങ്ങനെ വട്ടം വിട്ട് പറന്നുകൊണ്ടിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ വിട്ട് കൊടുക്കും അങ്ങനെ. പിന്നെ ഈ സൈഡിൽ കുറേ മണി പ്ലാന്റും പണ്ടാരം ഒക്കെ കളഞ്ഞു. പണ്ടാരം അടങ്ങിക്കിടക്കണം. ഈ സാധനം വള്ളി കയറിയിട്ടുണ്ടല്ലോ എല്ലായിടത്തും വൃത്തികേടായിട്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവിന് വേണ്ടിയല്ലേ നമ്മൾ ഈ ചെടിയൊക്കെ വളർത്തുന്നത്. ഇതിനൊക്കെ കാണുമ്പോൾ സങ്കടം വരും. ചില സമയത്ത് കിണറ്റിലെടുത്ത് എറിയാൻ തോന്നും. കൊഞ്ചിക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ വൃത്തികേട് കഴിഞ്ഞാൽ നല്ല പൊട്ട് കൊടുക്കും അനുസരണയില്ലെങ്കിൽ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറേയൊക്കെ ക്ലീനാക്കി, കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ നമ്മുടെ സ്റ്റാർസിനെ കുഞ്ഞിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ മഴയത്ത് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷിച്ചവരാരും പോയില്ല. പ്രതീക്ഷിക്കാത്ത അവർ തേച്ചിട്ട് പോയി. പിറ്റോണിയ പോകുമെന്നറിയായിരുന്നു. വിങ്ക പോകുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. 4 വിങ്ക പോയി മക്കളെ. പോട്ടയല്ലേ. ആ വിത്ത് വീണിട്ടാണെന്ന് തോന്നുന്നത്. താഴെയൊക്കെ മുളക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇവിടെ കണ്ട നമ്മുടെ ഡാലിയ, ജമന്തി ഇതെല്ലാം ക്ലീനാക്കുകയാണ്. ഡാലിയൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട ജമന്തിയൊക്കെ കണ്ട കുറേ ചീത്തയായി എല്ലാം കട്ട് ചെയ്ത് കുറച്ച് ക്ലീനാക്കിയിട്ടുള്ളൂ. ഇനി കുറേ ഉണ്ട് പണി. എത്ര പണിയാണെന്നറിയാം. പിന്നെ നമ്മുടെ കോളിയാസ് ഉണ്ടായില്ലേ, അത് കുറേയൊക്കെ പോയിട്ടാ മഴയത്ത്. പോട്ടേന്ന് ഞാനും വിചാരിച്ച്. അല്ലാതെ പിന്നെ അഹങ്കാരമുള്ളതൊക്കെ പോകും. ഞാൻ എന്നിട്ട് ബാക്കിയുള്ളത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ വെച്ചേക്കണേന്. കോളിയാസ് നിങ്ങൾ വളർത്താൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി നീളം വെപ്പിക്കരുത് കേട്ടോ. നീളം വെപ്പിച്ചാൽ ഇവർക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കുള്ളൂ. ഒരു ഓർഡർ ഇല്ലാതെ അൺഓർഡറായിട്ട് ഇതുങ്ങൾ വരുള്ളൂ. അപ്പോൾ നീളം വെപ്പിക്കാതെ ബുഷിയായിട്ട് വളർത്തണം. ഞാൻ അങ്ങനെയായിരുന്നു ഇതുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല ഇവരെ. അപ്പോൾ അവരങ്ങാട് നീണ്ടുപോയി. ഇവിടെ കുറച്ച് ഞാൻ നാടൻ റോസുകൾ, അഹങ്കാരമൊന്നുമില്ലാത്ത നാടൻ റോസുകളെ വളർത്തുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, സാവധാനം കാണിച്ചു തരാം. ഇന്ന് ഞാൻ പറയാൻ വന്നത് അതല്ല. ഇന്ന് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ നന്നായിട്ട്. കാരണം മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എത്ര സമയത്തൊക്കെയാണ് എപ്പോഴാണ് ഒന്നും അറിയില്ല. ഇനി മഴ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ ഇപ്പം തൽക്കാലം 3 ദിവസമായിട്ട് ഇവിടെ മഴ ഇച്ചിരി കുറവാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഴ കുറയുന്ന സമയത്ത് നമ്മൾ ചെടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മഴ കുറയുന്ന സമയത്ത് ഓടിക്കൊണ്ടുപോയി ചെടിക്ക് വളമിട്ട് കൊടുക്കരുത്. ഒരു ഉപയോഗവുമില്ല അങ്ങനെ വളമിട്ട് കൊടുത്താൽ. ആദ്യം തന്നെ ചെടിയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഈ മഴയത്തിരുന്ന് ചെടികൾ ചീത്തയിട്ടില്ലേ, സ്റ്റമ്മും ലീഫും ഫ്ലവറുകൾ ചീത്തയത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. മൊത്തത്തിൽ നമ്മുടെ ചെടികൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ചുവട് ഒന്ന് ഇളക്കിയിടുക. ഇളക്കി കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കുക, അതല്ലെങ്കിൽ നാളെ കൊടുത്താലും മതി, നിങ്ങളുടെ സമയം പോലെ. ഞാൻ ഇന്ന് തന്നെ കൊടുക്കും. അപ്പോൾ നീം ഓയിൽ, നമ്മുടെ 1 സ്പൂൺ നീം ഓയിൽ എടുക്കുക. 1 സ്പൂൺ നീം ഓയിൽ എടുത്തിട്ട് ഒരു ചുള ഫുള്ളും, അല്ലിയല്ല, ഒരു ചുള വെളുത്തുള്ളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയൊക്കെ അരച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അവിടെ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് 1 ലിറ്റർ വെള്ളം ഫുള്ള്, ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഫുള്ള് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ചെടി മക്കൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്റ്റമ്മിലും ചുവട്ടിലും ചെടികൾ മൊത്തം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കൈവച്ച് ഇങ്ങനെ തളിച്ച് കൊടുക്കുക. പോട്ടിലും വീണോട്ടെ, സ്റ്റമ്മിലും വീണോട്ടെ.
അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ. വെറുതെ മഴ മാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ഓടിക്കൊണ്ടേ കൊടുക്കരുത്. ഓക്കെ. മഴ കുറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെടികളെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അല്ലാണ്ട് ഓടിക്കൊണ്ടുപോയി വളമിട്ട് കൊടുത്താൽ ഒരു രക്ഷയില്ല. ഫെർട്ടിലൈസറും ഫംഗിസൈഡും ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, കെമിക്കലാണോ നാച്ചുറലാണോ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് എൻ്റെ രീതിയാണ്. പിന്നെ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്, അയ്യോ ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്നു എന്ന്. എൻ്റെ ചെടികൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ പുറകെ ഇങ്ങനെ നോക്കി നടക്കുമല്ലേ. എൻ്റെ ചെടികൾ ഒരു ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ടിട്ടൊന്നും ഇങ്ങനെ ആയതല്ല മക്കളെ. ഞാൻ നന്നായിട്ട് നാവടക്കി നന്നായിട്ട് പണിയെടുത്തു. എത്ര നാൾ കൊണ്ടാണെന്നറിയാമോ? ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പരാജയപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അത് ദോഷമാണോ എങ്കിൽ നമ്മളത് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. പിന്നെ അത് ചെയ്യാതെ അപ്പം അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കും ഇല്ലേ. അങ്ങനെ നമ്മൾ ചെടികളെ ഓരോന്നോരോന്നായിട്ട് ചെയ്താണ് എൻ്റെ ചെടികൾ ഇത്രയും ആയേക്കണത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓർമ്മ വെച്ച നാൾ തുടങ്ങി ചെടികൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കർണാടകയിൽ വന്നിട്ട് 12-13 വർഷമായി. അപ്പോഴും ഉണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഉണ്ട്, ഇവിടെ നിന്ന് വാങ്ങിച്ചതും ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള ചെടികളുണ്ട്. ഇവരൊക്കെ എൻ്റെ കൂടെ ഇത്രയും വലുതായി, ഇത്രയും ആരോഗ്യമായി, ഇത്രയും മിടുക്കുകളായിട്ടുണ്ടായിരുന്നതല്ല. ചെറിയ കുഞ്ഞു ചെടികളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഇഷ്ടമുള്ളതൊക്കെയാണ്. അതിനെ കൊണ്ടുവന്ന് കയ്യോ കാലോ വളരുന്നത് നോക്കിയിട്ടാണ് ഇത്ര ആക്കിയെടുത്തത്. ഒരുപാട് പ്രയത്നം വേണം. റോസ് പ്ലാന്റിന് സൂപ്പറാണ്, വളർത്താൻ സൂപ്പറാണ്. പക്ഷേ ഡെയിലി ഇതുങ്ങളെ നോക്കണം. നമുക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണ് അപ്പോഴൊക്കെ ഇതുങ്ങളെ നോക്കി ഇതുങ്ങളുടെ പരിചരണം അറിയണം. ഇതുങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് അറിയണം. പരിചരിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. ചിലവർ കൊണ്ടുവന്നിട്ട് ചെടി വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പോകും ഇല്ലേ. ക്ലൈംബിംഗ് റോസാണ് ഇതുകൊണ്ട്. ഇവരൊക്കെ മഴയത്ത് വലിയ തെറ്റില്ല, എന്നാലും വലിയ മിടിക്കുകളൊന്നും അല്ല. കിടക്കുന്നു. പിന്നെന്താ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നിങ്ങളും നിങ്ങളുടെ ചെടികൾ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം. ഏറ്റവും ആദ്യം ചെടികൾ വളർത്താനായിട്ട് ക്ഷമയും പിന്നെ ക്ലീനിങ്, നമ്മുടെ സമയം, പിന്നെന്താ താല്പര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് സാമ്പത്തികം വേണമെന്ന് പറയും. ഓക്കെ, വേണം. പക്ഷേ നമുക്കൊരു 20 രൂപ പ്ലാന്റിലും ചെടികൾ വാങ്ങാൻ പറ്റും. നമ്മൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ പരിചരണ രീതികൾ, നമുക്ക് സമയമില്ല, നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതുങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ കാര്യം? എത്ര രൂപയുടെ കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം സമയം, താല്പര്യം ഇല്ലേ, ഇതൊക്കെ വേണം. അപ്പോൾ ഓക്കെ, ക്ഷമയാണ് വേണ്ടത്. പിന്നെ കുഞ്ഞി പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ അത് വലിയ മരമാകില്ല, ഇന്ന് തന്നെ ഫ്ലവർ ഇടില്ല. അതിൻ്റെ സാവധാനം നമ്മുടെ പരിചരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് നമ്മളോട് പ്രതികരിച്ച് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. ചിലത് നമ്മളെ തേച്ചിട്ട് പോകും, പക്ഷെ അതിലൊന്നും തളരാതെ. അതാണ് ക്ഷമ വേണമെന്ന് പറയണത്. ഓക്കെ. ഞാൻ നിങ്ങളാരെയും പഠിപ്പിക്കാൻ വരുന്നതല്ല കേട്ടോ, എൻ്റെ സ്വന്തം അനുഭവം കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഓക്കെ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണേ. ഓക്കെ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇന്ന് ഞാൻ നാവടക്കി പണിയെടുക്കട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ.